गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम शांति शांति शांति। ओम सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നതുകൊണ്ടു നീ ചരിക്കമുക്തനായി ആശിക്കരുത് ആരുടെയും ധനം. അല്ലെങ്കിൽ അന്ത്യം വരെയും കർമ്മം ചെയ്തിങ്ങസംഗനായി ഇരിക്കുകയിതല്ലാതില്ല ഒന്നും നരനു ചെയ്തിടാൻ. ആസുരം ലോകമൊന്നുണ്ട് കൂരിരുട്ടാലതാവൃതം മോഹമാർന്നാത്മഹന്താക്കൾ പോകുന്നു മൃതരായതിൽ. ഇളകാദേകമായേറ്റം ജിതമാനസവേഗമായി മുന്നിലാമതിലെത്താതെ നിന്നുപോം ഇന്ദ്രിയാവലി. അതു നിൽക്കുന്നു പോകുന്നു ഇതോടുമന്യത്തിനപ്പുറം. അതിൻ പ്രാണസ്പന്ദനത്തിൻ അധീനം സർവകർമ്മവും. അതുലോലമതലോലം അതു ദൂരം അതന്തികം അതു സർവാന്തരം അതു സർവത്തിനും പുറത്തുമാ. സർവഭൂതവുമാത്മാവിൽ ആത്മാവിനയുമങ്ങനെ സർവഭൂതത്തിലും കാണും അവനെന്തുള്ളു നിന്ദ്യമായി. തന്നിൽ നിന്നന്യമല്ലാതെ എന്നു കാണുന്നു സർവവും. അന്നേതു മോഹം അന്നേതു ശോകം ഏകത്വദൃക്കിന്.
പങ്കമറ്റംഗമില്ലാതെ പരിപാവനമായി സദാ മനസ്സിൻ മനമായി തന്നിൽ തനിയെ പ്രോല്ലസിച്ചിടും. അറിവാൽ നിറവാർന്നെല്ലാം അറിയും പരദൈവതം പകുത്തു വെവ്വേറായി നൽകി മുൻപോലീ വിശ്വമൊക്കെയും. അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധതമസ്സിലും പോകുന്നു വിദ്യാരതർ അങ്ങതേക്കാൾ കൂരിരുട്ടിലും. അവിദ്യ കൊണ്ടുള്ള ധന്യം വിദ്യ കൊണ്ടുള്ള ധന്യമായി എന്നു കേൾക്കുന്നിതോതുന്ന പണ്ഡിതന്മാരിൽ നിന്നു നാം. വിദ്യാവിദ്യകൾ രണ്ടും കണ്ടറിഞ്ഞവരവിദ്യയാൽ മൃത്യുവേ തരണം ചെയ്തു. വിദ്യയാൽ അമൃതാർന്നിടും. അസംഭൂതിയെ ആരാധിപ്പവർ അന്ധതമസ്സിലും പോകുന്നു സംഭൂതിരതർ അതേക്കാൾ കൂരിരുട്ടിലും. സംഭൂതി കൊണ്ടുള്ള ധന്യം അസംഭൂതിജമന്യമാം എന്നു കേൾക്കുന്നിതോതുന്ന പണ്ഡിതന്മാരിൽ നിന്നു നാം. വിനാശം കൊണ്ടു മൃതിയെ കടന്നമൃതമാം പദം സംഭൂതി കൊണ്ടു സംപ്രാപിക്കുന്നു രണ്ടുമറിഞ്ഞവർ. മൂടപ്പെടുന്നു പൊൻപാത്രം കൊണ്ടു സത്യം അതിൻ മുഖം തുറക്കുകതു നീ പൂഷൻ. സത്യധർമ്മന്നു കാണുവാൻ പിറന്നാദിയിൽ നിന്നേകനായി വന്നിങ്ങു സൃഷ്ടിയും സ്ഥിതിയും നാശവും ചെയ്യും സൂര്യ മാറ്റുകരശ്മിയേ. അടക്കുകിങ്ങു കാൺമാനായി നിൻ കല്യാണ കളേബരം കണ്ടുകൂടാത്തതായി കണ്ണുകൊണ്ടു കാണപ്പെടുന്നതായി. നിന്നിൽ നിൽക്കുന്ന പുരുഷാകൃതി ഏതാണതാണു ഞാൻ. പ്രാണൻ പോം അന്തരാത്മാവിൻ പിൻപുനീറാകുമിയുടൽ. ഓം എന്നു നീ സ്മരിക്കാത്മൻ കൃതം സർവം സ്മരിക്കുക. അഗ്നേ ഗതിക്കായി വിടുക സന്മാർഗത്തൂടെ ഞങ്ങളെ.
ചെയ്യും കർമ്മങ്ങളെല്ലാവും അറിഞ്ഞിടുന്ന ദേവ നീ വഞ്ചനം ചെയ്യുമേനസ്സു ഞങ്ങളിൽ നിന്നു മാറ്റുക. ചെയ്യും കർമ്മങ്ങളെല്ലാവും അറിഞ്ഞിടുന്ന ദേവ നീ വഞ്ചനം ചെയ്യുമേനസ്സു ഞങ്ങളിൽ നിന്നു മാറ്റുക. അങ്ങേക്കു ഞങ്ങൾ ചെയ്യുന്നു നമോവാകം മഹത്തരം. അങ്ങേക്കു ഞങ്ങൾ ചെയ്യുന്നു നമോവാകം മഹത്തരം. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. അഭിവന്ദ്യരും സന്യാസി ശ്രേഷ്ഠന്മാരുമായ ഗുരുജനങ്ങൾക്ക് പ്രണാമം. അത്യന്തം ധന്യമാർന്ന മനോഹരവും സമൃദ്ധിയും കൊണ്ട് സമ്പുഷ്ടമായ നരസിംഹാശ്രമത്തിലെ ഈ വേദിയിലേക്ക് എത്തിച്ചേർന്ന മഹാഗുരുവിനെ ആരാധിക്കുന്ന, ഗുരുവിൻ്റെ സന്യസ്ത പരമ്പരയെ മനസാ സ്മരിക്കുന്ന എല്ലാ സൂര്യസുഹൃതികൾക്കും പ്രണാമം. കുറേ സമയങ്ങളായി, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളിലായി നാം ഒരു പുണ്യമി എന്ന ചടങ്ങിൻ്റെ ഭാഗഭാക്തൃത്വം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴൊക്കെയോ പുണ്യാതിരേകം നമ്മുടെ ഉള്ളിൽ ഉതിർന്നു വരുമ്പോഴാണ് നമ്മുടെ കർമ്മത്തിൽ ധർമ്മത്തിൻ്റെ ലാഞ്ചന പ്രതിഫലിക്കുകയും ധർമ്മപ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ സന്തോഷം വർദ്ധിക്കുകയും ചെയ്യുക. ഇത് ഒരു സ്വർഗീയമായിരിക്കുന്ന സുഖത്തെ, ദിവ്യമായിരിക്കുന്ന ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന ഒരു വേളയാണ്. ഇന്ന് നരസിംഹസ്വാമികളുടെ മഹാസമാധി ദിനം സമുചിതമായി ആചരിക്കപ്പെടുന്ന ഈ നേരത്ത് ഒട്ടനവധി സവിശേഷതകൾ കൊണ്ട് ഈ ദിവസം ധന്യമായിരിക്കുകയാണ്. ഓരോ ദേശത്തുള്ള മഠങ്ങളും ക്ഷേത്രങ്ങളും സമാജങ്ങളും തദ്ദേശീയരായിരിക്കുന്ന ഭക്തന്മാരുടെ പിൻബലത്തോടുകൂടി അഭിവൃദ്ധിയെ പ്രാപിക്കുന്നത് ആ ദേശത്തിൻ്റെ സംസ്കാരത്തെയാണ് വിളിച്ചോതുന്നത്. അങ്ങനെയുള്ള ഒരു ധന്യമുഹൂർത്തം കൂടിയാണ് ഇന്ന് ഈ നരസിംഹസ്വാമി സമാധി ദിനത്തിൽ നമ്മൾ കാണുന്നത്. നരസിംഹസ്വാമിയെ നമ്മൾ ഒന്നുകൂടി എങ്ങനെയാണോ സ്വാമിജിയെ നമ്മൾ പുതുമയോട് കൂടിയിട്ട് സ്മരിക്കുന്നത്, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ ഒരിക്കലും പഴയതാകുന്നില്ല, ഭഗവാൻ ഒരിക്കലും പഴഞ്ചനാകുന്നില്ല. നിത്യനൂതനമായിരിക്കുന്ന ഒരു നവ്യത എപ്പോഴും നമ്മൾ ഗുരുവിലും ഈശ്വരനിലും ദർശിക്കുന്നവരാണ്. ആ ദർശനം, ആ ഗുരുവിൻ്റെ ദർശനം ആത്മാവിൽ മാത്രമല്ല പുറമെയും സുന്ദരമായിരിക്കണം എന്ന് ആർക്കൊക്കെയോ എപ്പോഴൊക്കെയോ അപൂർവമായി തോന്നിയതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്നത്തെ സമാധി മണ്ഡപം. അത് എല്ലാവർക്കും തോന്നണമെന്നില്ല, എല്ലാവരിലൂടെയും സംഭവിക്കണമെന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആനന്ദത്തിൻ്റെ ഈ ഒരു നിമിഷത്തിലൂടെ കടന്നു പോയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വേളയിൽ ഉപനിഷത്തിനെ സ്മരിച്ചതും ഉപനിഷത്ത് പാരായണം ചെയ്തതും. കാരണം ഈ സന്ദർഭം ഔപനിഷദമാണ്, ഇതൊരു ഉപനിഷത്ത് സന്ദർഭമാണ്. നാരായണ ഗുരുദേവൻ ഉപനിഷത്തിനെ നമുക്കെല്ലാവർക്കും അറിയുന്നതിലേക്ക് വേണ്ടി, സംസ്കൃതമറിയാത്ത നമുക്ക് ഓരോരുത്തരുടെയും അറിവിലേക്ക് വേണ്ടി ഗുരുവിൻ്റെ സ്വതസിദ്ധമായ
അതിസുന്ദരമായിരിക്കുന്ന ഭാഷയിലേക്ക്, കൈരളിയിലേക്ക് വിവർത്തനം ചെയ്തു തന്നു. എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ആ ഉപനിഷത്ത് സംസ്കൃതി നമ്മുടെ മാതൃഭാഷയിലൂടെ നമ്മുടെ അന്തരാത്മാവിലേക്ക് അരിച്ചിറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാത്തപ്പോൾ നമുക്ക് അന്യമായിരിക്കുന്ന ഒരു ഭാഷയിലൂടെ നാം ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ ജന്മത്ത് കേൾക്കാതെ പോകരുത്, ഭാഷയുടെ ഒരു കാരണം കൊണ്ട് എന്ന് കരുതിയിട്ട് കൂടിയായിരിക്കണം അനുകമ്പാമൂർത്തിയായിരിക്കുന്ന ഗുരു ഈശാവാസ്യ ഉപനിഷത്ത് എന്ന ഉപനിഷത്തിനെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. എന്തിനായിരിക്കും ഇങ്ങനെ ഗുരു ഉപനിഷത്തിനെ തർജ്ജമ ചെയ്ത് തന്നത്? ആർഷഭാരതത്തിൻ്റെ സംസ്കൃതിയെ, അതിൻ്റെ യഥാർത്ഥ മൂല്യത്തെ ഗുരു എന്നും മാനിച്ചിരുന്നു. ഗുരുദേവൻ അതിനെ എന്നും മുറുകെ പിടിച്ചിരുന്നു. ഗുരുദേവൻ അതിനെക്കുറിച്ച് അപദാനങ്ങൾ പാടിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഈശാവാസ്യ ഉപനിഷത്ത്. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാക്കല്ലേ ഉപനിഷത്ത്, ഉപനിഷത്ത് എന്ന്. ഒരർത്ഥത്തിൽ ഉപനിഷത്ത് ഒരു സന്ദർഭമാണ് എന്ന് പറയാം. ഇതൊക്കെ ഉപനിഷത്താണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഗുരുവും ശിഷ്യനും എവിടെയുണ്ടോ അവിടെയൊക്കെ ഈ സനാതനമായിരിക്കുന്ന സത്യത്തിൻ്റെ ഒരു പകർച്ച ഗുരു ശിഷ്യനിലേക്കും ശിഷ്യൻ ഗുരുവിലേക്കും പരസ്പരം അഹങ്കാരങ്ങളില്ലാതെ പകർന്നു കൊടുക്കുന്ന ഒരു വീഴ്ച നാം കാണാറുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ ഇത് ഗുരുക്കന്മാരെ കൊണ്ടും ശിഷ്യന്മാരെ കൊണ്ടും സമ്പുല്ലമായ ഒരു വേദിയാണ്. ഉപനിഷത്തിന് വേദാന്തം എന്ന് പറയും. നമ്മളിപ്പോഴും പറയുന്ന ഒരു വാക്കാണ് വേദാന്തം, അല്ലേ? വലിയ വേദാന്തം ഒന്നും പറയണ്ട പറയും, അല്ലെങ്കിൽ പറയും വലിയ വേദാന്തം പറയണമെന്ന് പറയും. എന്താണ് വേദാന്തം? ഈ ഉപനിഷത്തിനെ തന്നെ മറ്റൊരു വാക്കിലൂടെ പറയുന്നതാണ് എന്ത്? വേദാന്തം. അപ്പോൾ എന്താ വേദാന്തം എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മളുടെ ഭാരതത്തിൻ്റെ വൈജ്ഞാനികമായിരിക്കുന്ന ഒരു പാരമ്പര്യമാണ്. ആ വൈജ്ഞാനികമായിരിക്കുന്ന സ്രോതസ്സിനെയാണ് വേദങ്ങൾ എന്ന് പറയുന്നത്. വേദം എന്ന വാക്കിന് തന്നെ അറിവ് എന്നാണ് അർത്ഥം. അപ്പോൾ വേദങ്ങളെ നമ്മൾ വേദാന്തത്തിനെ ശ്രുതി എന്നും പറയാറുണ്ട്. ശ്രുതി എന്താണ്? എത്രയെത്ര കാലങ്ങൾ കഴിഞ്ഞാലും എത്രയെത്ര ദേശങ്ങൾ മാറിയാലും മാറാതെ നിൽക്കുന്ന നിത്യനൂതനമായ സത്യത്തെയാണ് ശ്രുതി എന്ന് പറയുന്നത്. ഇപ്പോൾ വേദാന്തം ഒറ്റ വാക്കിൽ വേദത്തിൻ്റെ അവസാന ഭാഗം, അതാണ് വേദാന്തം. ശരിയാണ്, എല്ലാ വേദങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും എല്ലാ വേദങ്ങളുടെയും അവസാന ഭാഗത്താണ് സംശുദ്ധമായിരിക്കുന്ന അറിവിനെക്കുറിച്ച് പറയുന്ന ഈ ഉപനിഷത്തുക്കളെ നമുക്ക് കാണാൻ കഴിയുക. ആ ഒരർത്ഥത്തിൽ അത് വേദാന്തമാണ്. പക്ഷേ സരളാദ്വയ ഭാഷ്യകാരനായ ശങ്കരാചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ പറയും, വേദാനാം അന്തഃ സാരഭൂതഃ അർത്ഥഃ വേദാന്തഃ എന്ന് പറഞ്ഞാൽ വേദത്തിൻ്റെ സാരമാണ് വേദാന്തം. എല്ലാ അറിവുകളുടെയും എസൻസ് എന്താണോ അതിനെയാണ് വേദാന്തം എന്ന് പറയുന്നത്. അത്രയും സരളമായിട്ട് ഭാഷ്യകാരൻ അത് നമുക്ക് പറഞ്ഞു തന്നു. ഇങ്ങനെ സരളമായി പറഞ്ഞു തന്നതുകൊണ്ടായിരിക്കും ഗുരുദേവനും സരളാദ്വയ ഭാഷ്യകാരൻ എന്ന് വിളിച്ചത്. അപ്പോൾ വേദങ്ങളുടെ ആ ഒരു സാരഭൂതമായിരിക്കുന്ന അർത്ഥം അതെന്താണോ അതാണ് വേദാന്തം. ഒരു ഗുരുവിനെ അറിയുക എന്നാൽ ഗുരുവിൻ്റെ തത്വത്തെ അറിയുക എന്നുകൂടി അർത്ഥമുണ്ട്. അപ്പോൾ വേദങ്ങളുടെ ആദ്യ ഭാഗത്ത് കർമ്മകാണ്ഡവും പിന്നീടുള്ള ഭാഗത്ത് ജ്ഞാനകാണ്ഡവുമുണ്ട്, അല്ലേ? കർമ്മകാണ്ഡങ്ങളിൽ നിരവധിയായിരിക്കുന്ന യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു കർമ്മകാണ്ഡത്തിന് സാക്ഷ്യം വഹിച്ചിട്ടിരിക്കുകയാണ്, അല്ലേ? നമ്മൾ രാവിലെ മുതൽ പൂജകളും ഹോമങ്ങളും യജ്ഞങ്ങളിലൊക്കെ ഇരുന്നു. എന്തിനാ അങ്ങനെ ഇരിക്കണത്? വേറൊരു പണിയില്ലേ എന്നൊക്കെ ചിലർ ചോദിക്കും. അവരോട് പറയണം, ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇത്തരം അനുഷ്ഠാനങ്ങളിൽ ഇരിക്കുന്നതിലൂടെ നമ്മളുടെ ചിത്തം ശുദ്ധമാകും എന്ന്. മനസ്സ് ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും നല്ല പ്രക്രിയയാണ് ഈ പറഞ്ഞ കർമ്മകാണ്ഡങ്ങളിലൂടെയുള്ള കടന്നു പോകൽ. അത് യാതൊരു വിധത്തിലുമുള്ള പ്രതിഫലേച്ഛയില്ലാതെ
ഏകാഗ്രതയോടുകൂടി ആ ഉപാസന നടത്തുമ്പോൾ മാത്രമാണ് വേദാന്തത്തിലേക്ക് പ്രവേശിക്കാനുള്ള സംസ്കാരം, വേദാന്തത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള സംശുദ്ധി നമുക്കുണ്ടാവുക. ആ പവിത്രമായ ബുദ്ധി കിട്ടിയിട്ട് വേണം ഇത്തരം വലിയ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങാൻ. അല്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? നമ്മൾ വിചാരിക്കും വേദാന്തമാണല്ലോ പരമപ്രധാനം, അപ്പോൾ ഈ പുസ്തകമൊക്കെ കുറച്ച് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ പോരെയെന്ന് ചോദിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയവരെ നമുക്ക് സമൂഹത്തിൽ കാണാം. നിരവധിയായിരിക്കുന്ന പുസ്തകങ്ങൾ വായിച്ച് മസ്തിഷ്കം നിറച്ചു വച്ചിരിക്കുന്ന ആളുകളെ കാണാം. പക്ഷേ ആ ആളുകളുടെ സംഭാഷണത്തിൽ, ആ ആളുകളുടെ ജീവിതത്തിൽ, ആ ആളുകളുടെ പെരുമാറ്റത്തിൽ അരുളൻപ്, അനുകമ്പ നമുക്ക് കാണാൻ കഴിയില്ല. അതെവിടെ നഷ്ടപ്പെട്ടു? വലിയ തത്വങ്ങൾ വായിക്കുമ്പോഴും എവിടെയാണ് ആ അരുൾ നഷ്ടപ്പെട്ടു പോയത്? എവിടെയാണ് ആ അൻപ് നഷ്ടപ്പെട്ടു പോയത്? എവിടെയാണ് ആ അനുകമ്പ നഷ്ടപ്പെട്ടു പോയത്? മഹാഗുരുവിനെ നമ്മൾ നോക്കുമ്പോൾ ഗുരുവിൽ അരുൾ, അൻപ്, അനുകമ്പയും ഉണ്ട്, ആത്മദർശനവും ഉണ്ട്. ഗുരുവിൻ്റെ രീതികൾ അങ്ങനെയാണ്, ഗുരുവിനെ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടുന്നത്. വേദാന്തത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇതിലൊക്കെ അനുഷ്ഠാനങ്ങൾ എന്തിനാണ് എന്ന് ചോദിച്ചാൽ, അനുഷ്ഠാനങ്ങൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിടത്ത് സ്വസ്ഥമായിട്ട് ഇരുന്ന് പഠിക്കാനായിട്ട് തോന്നണമെങ്കിൽ നമ്മൾക്ക് ഇതിനു മുൻപ് അനുഷ്ഠാനങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് പറയാനാണ്. നമുക്ക് ഒരിടത്ത് ഇരിക്കാൻ പറ്റണ്ടേ? കുറച്ച് സമയം ഇരുത്തം വേണ്ടേ? നമ്മൾ ഒരാൾ കൊണ്ടുവന്ന് നമ്മളെ ഒരു കസേരയിൽ ഇരുത്തി കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ എണീറ്റ് ഓടാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? എവിടെയൊക്കെയോ നമുക്ക് ഇതൊന്നും കേൾക്കുന്നതിലുള്ള താല്പര്യം നമ്മളിൽ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്. അപ്പോൾ ആ താല്പര്യത്തെ പുനരുജ്ജീവിപ്പിക്കണമെങ്കിൽ, ആ താല്പര്യത്തെ എടുക്കണമെങ്കിൽ, വീണ്ടെടുക്കണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള പ്രാർത്ഥനയിലൂടെയും ജപത്തിലൂടെയും ധ്യാനത്തിലൂടെയും യജ്ഞത്തിലൂടെയും ഒക്കെ കടന്നു പോകേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മളുടെ ചിത്തത്തിന് അത്തരത്തിലുള്ളൊരു പരിശുദ്ധി വരിക. അതിനുശേഷമാണ് ഒരു വ്യക്തി ഉപനിഷത്തിലേക്ക് വരുന്നത്. ഞാനിവിടെ ചൊല്ലിയ മന്ത്രം തന്നെ ഉപനിഷത്ത് മന്ത്രമാണ്. എന്തായിരുന്നു അത്? ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഗുരുവിജ്ഞാനീയത്തിൽ വിദ്യാർത്ഥികൾ ഇത് കേട്ട് കാണും. കാരണം ഉപനിഷത്ത് പഠിക്കുന്നത് ആരാ? ലോകത്തുള്ള എല്ലാവരും ഉപനിഷത്ത് പഠിക്കില്ല, കുറച്ച് പേർക്കേ തോന്നുള്ളൂ. ആരാണ് അവർ? ഒരു സത്യദർശനത്തെ അനുഭവിക്കുന്ന ഒരു ഗുരുവും ജീവിതത്തിൻ്റെ പരമാർത്ഥം നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ശിഷ്യനും. ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ ഉപനിഷത്തായി. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ധർമ്മവും അർത്ഥവും കാമവും മാത്രമല്ല, ധർമാർത്ഥകാമങ്ങൾക്ക് അപ്പുറത്തിരിക്കുന്ന ആത്യന്തികമായിരിക്കുന്ന മോക്ഷമാണ് എൻ്റെ ജീവിതത്തിൻ്റെ പരമാർത്ഥം എന്നറിയുമ്പോൾ നമ്മൾ നടത്തുന്ന ഒരു ആന്തരികമായിരിക്കുന്ന അന്വേഷണമുണ്ട്. ആ അന്വേഷണത്തിന് തുടക്കം കുറിക്കുന്നവനെയാണ് ശിഷ്യൻ എന്ന് പറയുക. ആ അന്വേഷണത്തിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിച്ച ആളെയാണ് നാം ഗുരു എന്ന് പറയുക. ഈ ഗുരുവും ശിഷ്യനും ഉണ്ടെങ്കിൽ ഈ ബ്രഹ്മവിദ്യ പഠിപ്പിക്കുവാനായിട്ട് കഴിയും. ഗുരുവും ശിഷ്യനും ഇരുന്നിട്ട് എന്താ പ്രാർത്ഥിക്കണത് എന്നറിയാമോ? ഉപനിഷത്തിലെ ഗുരു യാതൊരു വിധമായ അഹങ്കാരവും ഇല്ലാത്ത ഗുരുവാണ് കേട്ടോ. ഒരു പൊങ്ങച്ചങ്ങളും ഇല്ല, ഒരു മേനി പറച്ചിലും ഇല്ല, ഒരു അഹന്തകളും ഇല്ലാത്ത ഗുരു ശിഷ്യനുമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? നല്ല ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുന്നതിന് മുൻപ് അവർ പ്രാർത്ഥിക്കുകയാണ്, ഓം സഹനാ അവതു സഹ നൗ അവതു. ഈ പരമാത്മാവ്, നമ്മൾ പഠിക്കാൻ പോകുന്ന ബ്രഹ്മവിദ്യയിൽ അന്തർഭവിച്ചിട്ടുള്ള ഈ പരമാത്മാവ് നമ്മെ രണ്ടുപേരെയും രക്ഷിക്കട്ടെ. എന്നാലോചിച്ച് നോക്കൂ, നിന്നെ രക്ഷിക്കട്ടെ എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ള ശീലം അല്ലേ? ഈശ്വരൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. പക്ഷെ ഋഷി കുറെ കൂടി എളിമയുള്ളവനായതുകൊണ്ട് ഋഷി പറയാണ്, എന്നെയും അനുഗ്രഹിക്കട്ടെ, നിന്നെയും അനുഗ്രഹിക്കട്ടെ. ഇതാണ് ഋഷിയുടെ രീതി, ഇതാണ് ഋഷിയുടെ വിനയം. അതുകൊണ്ട് ഉപനിഷത്ത് വേദങ്ങളെ അപൗരുഷേയം എന്നാ പറയുക.
ആരെഴുതി എന്നുള്ളത് പ്രസക്തമല്ല. ഒരാൾ എഴുതിയതല്ല എന്നാണ് പറയുക. ഒരാൾ എഴുതിയതല്ല എന്ന് പറഞ്ഞാൽ അതിന് വേറൊരർത്ഥം എന്താണ്? നമ്മളുടെ ഉള്ളിൽ ഒരു അഹങ്കാരം, ഈഗോ ഉള്ളിടത്തോളം കാലമാണ് ഒരു കുട്ടിക്കവിത എഴുതിയാൽ പോലും അതിനടിയിൽ വലിയ അക്ഷരത്തിൽ നമ്മൾ നമ്മുടെ പേര് എഴുതുക. അന്നുള്ള ഋഷി സത്യത്തെക്കുറിച്ച് പറഞ്ഞു, ആര് പറഞ്ഞു എന്ന് എഴുതിയില്ല. അതുകൊണ്ട് തന്നെ ഉപനിഷത്ത് എന്താണ്? അപൗരുഷയമാണ്. ആരാൽ എഴുതപ്പെട്ടതുമല്ല, അതിവിടെ ഉണ്ടായതാണ്. ഞങ്ങളതിനെ കണ്ടെത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് ഋഷി അവകാശപ്പെടുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു കാര്യത്തെ കണ്ടെത്തി, ഇവിടെ ഇല്ലാതിരുന്നിട്ടില്ല ഒന്നും എന്നാണ്. അത്രയും എളിമയിൽ നിന്ന് പറയാണ്, ആ പരമാത്മാവ് ഞങ്ങളെ രക്ഷിക്കട്ടെ. സഹനൗ ഭുനക്തു. ആ പരമാത്മാവ് നമ്മളെ രണ്ടുപേരെയും ഒരുമിച്ച് പോഷിപ്പിക്കട്ടെ, ഒരുമിച്ച് പുഷ്ടി നൽകട്ടെ, അല്ലേ? പോഷണം കിട്ടിയാലാണ് നമുക്കിതൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാപ്പി തന്നില്ല എങ്കിൽ നിങ്ങളിവിടെ ഇരുന്ന് കേൾക്കുമോ? ഇല്ല, കാപ്പി കുടിച്ചിട്ട് വരാം മാതാജി 11 മണിയാകുമ്പോഴേക്കും എന്ന് പറയും, ഇല്ലേ? അപ്പോൾ പോഷണം തരുമ്പം മാത്രമാണ് അടുത്ത ഒരു കാര്യത്തെ കേൾക്കുവാനായിട്ട് നമ്മളുടെ മനസ്സ് സജ്ജമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് പറയണം, നമ്മൾ പോഷിപ്പിക്കട്ടെ. സഹവീര്യം കരവാവഹൈ. ഞാൻ മാത്രം വീര്യത്തെ സമാർജിച്ചാൽ പോരാ, നീയും വീര്യത്തെ സമാർജിക്കട്ടെ. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വീര്യത്തെ സമാർജിക്കട്ടെ. എന്നിട്ട് പറയാണ്, തേജസ്വിനാവധീതമസ്തു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഗുരു പറയാണ്, ഗുരുവും ശിഷ്യനും കൂടി പറയാണ്, നാം പഠിച്ചതൊക്കെ തേജസ്സുറ്റതായി തീരട്ടെ. നമ്മളെപ്പോഴും ഓർക്കണം, എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിലും അത് ഉൾപ്പെടുത്തണം. ഞാൻ പഠിച്ചതൊക്കെ തേജസ്സുറ്റതായി തീരട്ടെ എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് കാര്യം കേൾക്കുമ്പോഴും, ഔപനിഷദമായിരിക്കുന്ന ബ്രഹ്മവിദ്യയെ എന്ത് കേൾക്കുമ്പോഴും, ഗുരുദർശനത്തെക്കുറിച്ച് എന്ത് കേൾക്കുമ്പോഴും, ഗുരുവിനെക്കുറിച്ച് എന്ത് കേൾക്കുമ്പോഴും അതെന്നിൽ അനുഭവമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അതാണ് തേജസ്സുറ്റതായി തീരുക. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ അനുഭവത്തിൽ കലാശിക്കണം. നാം പഠിച്ചത് കൃത്യമായ വേളയിൽ കൃത്യമായ സന്ദർഭത്തിൽ നമുക്ക് തെളിഞ്ഞു വരണം. എല്ലാം കഴിഞ്ഞ് ഓർമ്മ വന്നിട്ട് എന്താ കാര്യം, അല്ലേ? ജീവിതത്തിൽ ഈ അറിവുകൾ പ്രയോഗിക്കേണ്ട ഒരു സമയമുണ്ട്, അല്ലേ? ക്ഷമ പ്രയോഗിക്കേണ്ട ഒരു സമയമുണ്ട്, കോപം മാറ്റിവെക്കേണ്ട ഒരു സമയമുണ്ട്, അസൂയയെ മാറ്റിവെക്കേണ്ട ഒരു സമയമുണ്ട്. അതൊക്കെ കഴിഞ്ഞു, കോപം കഴിഞ്ഞു, 2 പേരെ കുത്തിക്കൊന്നു കഴിഞ്ഞിട്ട് കോപിക്കണ്ടായിരുന്നു എന്ന് തോന്നിയാൽ എന്താ അവസ്ഥ? അത് തേജസ്വിനാവധീത വസ്തു സംഭവിക്കാത്തത് കൊണ്ടാണ്. എല്ലാം കഴിഞ്ഞ് ഓർമ്മ ഒരു വേണ്ടിയിരുന്നില്ല. അപ്പോൾ ആ എല്ലാം കഴിഞ്ഞാണ് പലപ്പോഴും നമുക്ക് ഓർമ്മ വരിക. അതുകൊണ്ടാണ് പറയണത്, എല്ലാറ്റിനും മുന്നേ ഓർമ്മ വരണം. ക്ഷമിക്കേണ്ടിടത്ത് ക്ഷമിക്കാനും, പൊറുക്കേണ്ടിടത്ത് പൊറുക്കാനും, സ്നേഹം കൊടുക്കേണ്ടിടത്ത് സ്നേഹം കൊടുക്കാനും, അറിവ് കൊടുക്കേണ്ടിടത്ത് അറിവ് കൊടുക്കാനും, കാരുണ്യം കാണിക്കേണ്ടിടത്ത് കാരുണ്യം കാണിക്കാനും നമുക്ക് കഴിയണം. അതാണ് തേജസ്സുറ്റതായി തീരുന്ന അവസ്ഥ എന്ന് പറയുന്നത്. പതഞ്ജലി മഹർഷി യോഗദർശനത്തിൽ ഈ ചിത്തത്തെ ശുദ്ധമാക്കി വയ്ക്കുവാനായിട്ടൊരു സൂത്രം പറഞ്ഞു തരുന്നുണ്ട്. സൂത്രം എന്ന് പറഞ്ഞാൽ ട്രിക്ക് എന്നുള്ള അർത്ഥമല്ല കേട്ടോ. നമ്മൾ സൂത്രം എന്ന് കേൾക്കുമ്പോൾ സൂത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ വിചാരിക്കുക? ട്രിക്കാണ് വിചാരിക്കുക. സംസ്കൃതത്തിൽ ട്രിക്കിനെയല്ല സൂത്രം എന്ന് പറയുന്നത്. എന്താണ്? ഈ പറഞ്ഞ പോലെ വളരെ ചുരുങ്ങിയ അക്ഷരങ്ങളിൽ വിശാലമായിരിക്കുന്ന അർത്ഥത്തെ പറഞ്ഞു തരുന്ന വാക്കുകളാണ് സൂത്രങ്ങൾ. അതുകൊണ്ടാണ് ബ്രഹ്മസൂത്രം എന്നൊക്കെ പറയുന്നത്, വേദാന്ത സൂത്രം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പണ്ട് കാലത്തുള്ള ഋഷിമാർ 2-3 വാക്കുകളിലൂടെ ഒരു ജീവിതകാലം മുഴുവൻ പറഞ്ഞാലും തീരാത്തത്ര അർത്ഥത്തെ നിഗൂഹനം ചെയ്തു വച്ചിട്ടുണ്ട്. അതാണ് അവരുടെ മിടുക്ക്. നമ്മൾ എത്ര നേരം ഇരുന്ന് പറഞ്ഞാലും ആ സൂത്രാർത്ഥങ്ങളെ കെട്ടഴിച്ച് തീർക്കാനായിട്ട് കഴിയില്ല. ഇന്നത്തെ നമ്മളുടെ സംഭാഷണങ്ങൾ നോക്കൂ, ഇന്നത്തെ നമ്മളുടെ ജീവിതത്തിൽ കാണുന്ന ആളുകളുടെ വർത്തമാനങ്ങൾ നോക്കൂ. ഒരു ദിവസം മുഴുവൻ വർത്തമാനം പറഞ്ഞാലും സാരമായതൊന്നും കാണില്ല. ഒരുപാട് മണിക്കൂറുകളോളം സംസാരിച്ചാലും സാരമായത് കാണില്ല. പക്ഷെ ഋഷിയുടെ പ്രത്യേകത എന്താണ്? സാരമായത് പറയുക എന്നുള്ളതാണ്. ഒരുപാട് പറയുന്നില്ല, പറയേണ്ടത് കുറിക്കൊള്ളുന്ന രീതിയിൽ പറയുക.
അവിടെ ഈ മനസ്സിൻ്റെ പ്രസാദനത്തിന്, മനസ്സെപ്പോഴും സാത്വികമായിരിക്കുവാൻ വേണ്ടിയിട്ട് പതഞ്ജലി മഹർഷി ഒരു ഉപായം പറഞ്ഞു തരുന്നതാണ് മൈത്രീ കരുണാമുദിതോപേക്ഷാണാം സുഖദുഃഖ പുണ്യാപുണ്യ വിഷയാണാം ഭാവനാതഃ ചിത്തപ്രസാദനം എന്ന്. എന്താ അങ്ങനെ? ചിത്തത്തിൽ എന്തൊക്കെയാണല്ലേ, ചിത്തം ആകെപ്പാടി ഒരു വേസ്റ്റ് ബിൻ കണക്ക് നമ്മുടെ മനസ്സിരിക്കുകയാണ്. എന്തൊക്കെയാണ് വെറുപ്പും അസൂയയും കൊനിഷ്ടും കുന്നായ്മയും ഒക്കെ ആയിട്ട് ചിത്തം നിറഞ്ഞിരിക്കുന്നിടത്ത് എവിടെയാ ഗുരുവിനെ പ്രതിഷ്ഠിക്കാൻ സ്ഥലമുണ്ടോ മനസ്സിൽ? നോക്കണം, അടിച്ചു തൂത്ത് വൃത്തിയാക്കണം, മനസ്സിനെയും വൃത്തിയാക്കണം. ശുചിത്വം എന്ന് ഗുരുദേവൻ തീർത്ഥാടന ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടൊരു വാക്കായിട്ട് പറയുമ്പോൾ, ശുചിത്വം എന്ന് പറയുന്നത് പല്ല് തേക്കുന്നതും കുളിക്കുന്നതും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നതും മാത്രമല്ല. ശുചിത്വം എങ്ങനെയാണ്? ആഭ്യന്തര ശൗചമുണ്ട്. ബാഹ്യ ശൗചം മാത്രമല്ല, ആഭ്യന്തര ശൗചവും ശുചിത്വത്തിൻ്റെ ഭാഗമാണ്. എന്ന് വെച്ചാൽ അകം വൃത്തിയാക്കുക. അതാര് വൃത്തിയാക്കി തരും? അതൊരു ജോലിക്കാരനെ, ഒരു ബംഗാളിയും കിട്ടില്ല. വീട് വൃത്തിയാക്കാൻ പല ജോലിക്കാരെ കിട്ടും. മനസ്സ് വൃത്തിയാക്കാൻ ആരെ കിട്ടും? പുറമെ നിന്ന് ആരും വന്ന് മനസ്സ് വൃത്തിയാക്കി തരില്ല. അത് ആര് തന്നെ ചെയ്യണം? നമ്മൾ തന്നെ ചെയ്യണം. എങ്ങനെ ചെയ്യണം? അവിടെയാണ് മഹർഷി പറയുന്നത് മൈത്രീ കരുണ മുദിത ഉപേക്ഷ. മൈത്രി ചേരണം. മൈത്രി എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ട്, സൗഹൃദം. ആരോടാ സൗഹൃദം വേണ്ടത്? സുഖികളോട്. സുഖം ആർക്കാ ഉള്ളത്? ആത്മസുഖം അനുഭവിക്കുന്ന മഹർഷിമാർക്ക്. അതുകൊണ്ടാണ് ഗുരുദേവൻ കോലതീരേശ സ്തവത്തിൽ പ്രാർത്ഥന പോലെ പറഞ്ഞു തന്നത് സുജനാനാം ചാരത്തു വസിപ്പാനൊരു ഭാഗ്യം വരണം ശ്രീ കോലത്തുകര കോവിലിൽ വാഴും പരമേശൻ. കോലത്തുകര കോവിലിൽ വാഴും പരമേശൻ. സുജനാനാം ചാരത്ത് വസിപ്പാനൊരു ഭാഗ്യം. നമ്മളെന്നും ചൊല്ലുന്നതല്ലേ. എന്താ അതിൻ്റെ അർത്ഥം? ഗുരുദേവനോട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, സജ്ജനങ്ങളുടെ അരികത്ത് കുറച്ച് നേരം ഇരിക്കുവാനുള്ള സൗകര്യം ഉണ്ടാക്കി തരണേ അല്ലേ. നമ്മൾ വലിയ വലിയ ആളുകളെയൊക്കെ കാണുമ്പോൾ നമ്മൾ തിക്കും തിരക്കുണ്ടാക്കി അവരുടെ അടുത്തിരിക്കും. ഇപ്പം ഗുരു പറയുന്നത് ആരുടെ അടുത്തിരിക്കാനാണ്? സുജനാനാം ചാരത്ത് വസിക്കണം. ഈ സജ്ജനങ്ങളുമായിട്ടുള്ള സൗഹൃദമാണ്, ഈ സുജനങ്ങളുമായിട്ടുള്ള കൂട്ടാണ് മനസ്സിൽ സന്തോഷം ഉണ്ടാക്കുക, മനസ്സിനെ പോസിറ്റീവായിട്ട് നിർത്തുക. ചില മനുഷ്യരുണ്ട്, എന്ത് കണ്ടാലും അവർ നെഗറ്റീവായിട്ട് കാണുകയും ചിന്തിക്കുകയും വിചാരിക്കുകയും ചെയ്യും. അവർ വിചാരിക്കുന്നത് എന്താണ്? ഈ ലോകം മുഴുവൻ എന്നെ ഇല്ലാണ്ടാക്കാനാണ് നടക്കുന്നത് എന്നാണ്. അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ അയ്യോ അതെന്നെയാണ്, അതെന്നെ ഉദ്ദേശിച്ച, അതെന്നെ തന്നെ ഉദ്ദേശിച്ച എന്ന് പറയും. ഇതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നമ്മളങ്ങനെ നെഗറ്റീവായിട്ടുള്ളവർ അതാ ചിന്തിക്കുക, ലോകം മുഴുവൻ പണിയെടുക്കണത് നമ്മുടെ മരണം കാണാനാണ് എന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കരുത്. അതൊക്കെ ചിന്തിക്കുന്ന എന്തുകൊണ്ടാണ്? മനസ്സിൽ ഇത്തരത്തിലുള്ള തത്വങ്ങൾ, ഇത്തരത്തിലുള്ള ദർശനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് നമ്മിൽ തന്നെയുള്ള ആത്മവിശ്വാസം കുറയും. ആത്മവിശ്വാസം കുറയും തോറും ആരെ കണ്ടാലും, ആര് നമ്മുടെ അടുത്ത് വന്ന് ചെങ്ങാത്തം കൂടാൻ വന്നാലും, ആര് നമ്മളോട് ലോഹ്യം ചോദിക്കാൻ വന്നാലും നമ്മൾ വിചാരിക്കുക ഇതെന്തോ ദുരുദ്ദേശം ഉണ്ടല്ലോ എന്നാണ്. അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. പകരം നല്ല ബുദ്ധിയുള്ളവരെന്താ ചിന്തിക്കുക? ഭഗവാൻ എത്ര സൗഹൃദങ്ങളെയാണ് എനിക്ക് എൻ്റെ മുന്നിലേക്ക് കൊണ്ടുതരുന്നത്. അമ്മമാരുടെ രൂപത്തിൽ, അച്ഛന്മാരുടെ രൂപത്തിൽ, സഹോദരങ്ങളുടെ രൂപത്തിൽ എത്രയെത്ര പ്രത്യേകതകളുള്ള, എത്രയെത്ര മൂല്യങ്ങളുള്ള, എത്രയെത്ര നന്മകളുള്ള ആളുകളെയാണ് എൻ്റെ സവിധത്തിലേക്ക് ഗുരു ഓരോ ദിവസവും എത്തിച്ചു തരുന്നത് എന്ന കണ്ണോട് കൂടിയിട്ട് നമ്മൾ കാണുകയാണെങ്കിലോ എല്ലാവരും നല്ലതാ. അപ്പോഴാണ് എല്ലാവർക്കും ഓമനകൾ എന്ന് തോന്നുക. ഞാൻ നിങ്ങൾക്കും ഓമനയാണ്, നിങ്ങൾ എനിക്കും ഓമനയാണ്. അങ്ങനെ കണ്ടു നോക്കൂ. അങ്ങനെ കണ്ടു നോക്കുന്നതാണ് ഒരു പോസിറ്റീവ് മൈൻഡ് എന്ന് പറയുന്നത്. ഈ മനസ്സ് വെറുതെ ഇരുന്നാൽ ഉണ്ടാവില്ല. വെറുതെ ഇരിക്കുന്ന മനസ്സ് സാത്താൻ്റെ മണിപ്പുരയാണ് എന്നാണ് പറയുക. അപ്പോൾ മനസ്സിനും പണിയുണ്ട്. മനസ്സിൻ്റെ പണി ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ സാധന എന്ന് പറയുക. എന്തെങ്കിലുമൊക്കെ നമ്മൾ അനുഷ്ഠിക്കണം.
മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ അനുഷ്ഠിക്കണം. നമ്മുടെ മനസ്സുകൊണ്ട് പ്രാർത്ഥന ചെയ്യണം, മനസ്സുകൊണ്ട് ജപിക്കണം. അതിനാണ് ക്രിയായോഗങ്ങളൊക്കെ പറഞ്ഞു തരിക. ജപം, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം എല്ലാം വേണം. കുറച്ച് സമയം ജപിക്കണം, കുറച്ച് സമയം സ്വാധ്യായം ചെയ്യണം. എന്ത് ചെയ്യുമ്പോഴും പരമഗുരുവായിരിക്കുന്ന ഈശ്വരനിൽ അർപ്പിച്ച് ചെയ്യണം. ഇത് മൂന്നും തന്നെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ജീവിതത്തിന് വലിയ വിജയം ഉണ്ടാവും. അതുകൊണ്ടാണ് സുഖികളോട് മൈത്രി. അപ്പോൾ ദുഃഖിതരോടോ ഗുരുവേ എന്ന് ചോദിക്കുക. അവരെ കണ്ടാൽ മിണ്ടണ്ടേ? അപ്പോൾ പറയാണ് ദുഃഖിതരോട് കരുണ. നല്ല നല്ല ഭാവങ്ങളൊക്കെ, നല്ല നല്ല മൂല്യങ്ങളൊന്നും നമ്മുടെ ഉള്ളിൽ നിന്ന് കൈമോശം വന്നിട്ടില്ല. വിഷമിക്കുന്ന ഒരാളോട് അനുകമ്പ കാണിക്കണം. ഗുരുവിൻ്റെ അനുകമ്പയാണ് ഇന്ന് നമ്മളിങ്ങനെ ഇരിക്കുന്നത് അല്ലേ? ഗുരുവിന് തോന്നിയ കരുണയല്ലേ നമ്മളിങ്ങനെ ഇരുന്നത് പറയുന്നതും ഇതിരുന്ന് കേൾക്കുന്നതും. ഇങ്ങനത്തെ കൂടാരങ്ങളൊക്കെ ഒരുങ്ങി വരുന്നത് ആരുടെ കരുണയാണ്? ഗുരുവിൻ്റെ കരുണ. ആരോട് തോന്നിയ കരുണ? ദുഃഖിതരായ നമ്മളോട് തോന്നിയ കരുണ. നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾക്കും സുഖികളായി തീരാൻ കഴിയും. പതിതരായ, അവശരായ, ദീനദയാലുക്കളായിരിക്കുന്ന മനുഷ്യരെ കണ്ടപ്പോൾ ഒരു മഹാഗുരുവിൻ്റെ ഹൃദയം തേങ്ങിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒരുങ്ങി കിട്ടിയത്. നിശ്ചയമായും അതങ്ങനെ തന്നെയാണ്. അതാണ് ഗുരുവിൻ്റെ അനുകമ്പ. അതുകൊണ്ടാണ് മഹാഗുരുക്കന്മാരിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ സ്നേഹം അവർ പ്രകടിപ്പിക്കുന്നത് അനുകമ്പയുടെ രൂപത്തിലാണ് എന്ന് പറയണതിൻ്റെ കാരണം അതാ. അതുകൊണ്ടാണ് ഗുരുദേവൻ ജീവിതത്തിലെ പരമമൂല്യമായ ആ അനുകമ്പയ്ക്ക് പരമപ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ അനുകമ്പാദശകം എന്ന കൃതി എഴുതി തന്നത്. എന്തിനാ അതൊക്കെ പഠിപ്പിക്കുന്നത്? കേവലം കുറേ ഗുരുക്കന്മാരുടെ പേര് പറഞ്ഞു തരാനല്ല. അതിലൂടെ ഗുരുവിൻ്റെ ഹൃദയമാണ് ഗുരു പങ്കിടുന്നത്. ഗുരുവിൻ്റെ ഹൃദയം പങ്കിടുമ്പോൾ നമ്മുടെ ഉള്ളിലും അത്തരം മൂല്യങ്ങൾ വളർന്നു വരാനാണ്. അപ്പോൾ ആ ദുഃഖിതരോട് അനുകമ്പ ഉണ്ടാവണം. പിന്നെ എന്തുണ്ടാവണം? മൈത്രി, കരുണ, മുദിതം, സന്തോഷം ഉണ്ടാവണം. എപ്പോഴാണ് സന്തോഷം ഉണ്ടാകേണ്ടത്? സന്തോഷം ഉണ്ടാകേണ്ടത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ സന്തോഷം തോന്നണം. അവനിട്ടൊരു പണി കൊടുത്ത് സന്തോഷം കിട്ടും അല്ലേ? അങ്ങനെയും തോന്നുന്നവരുണ്ട്. ഒരാൾക്കിട്ടൊരു പണി കൊടുക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു അന്തരാനുഭൂതി എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പാടില്ല. എന്താണ് സന്തോഷം വരേണ്ടത്? നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ സന്തോഷം വരണം. ഞാൻ രാജേഷനോട് പറയുന്നത്, ചേട്ടന് മറ്റെല്ലാവരെക്കാളും കൂടുതൽ സന്തോഷിക്കാം. കാരണം എന്താ അറിയോ? ഏറ്റവും നല്ലൊരു കാര്യമാണ് ചെയ്തത് അല്ലേ? നമ്മുടെ വീട്ടിലാണ് ഒരു വീടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ വീടിൻ്റെ അത് ഭർത്താവിനും ഭാര്യയ്ക്ക് 2 മക്കൾക്കല്ലേ പ്രയോജനപ്പെടണുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ ഓരോരുത്തരുടേതും ആയില്ലേ? ഞാൻ പറയായിരുന്നു, ഇതിലും വലിയൊരു അനുഗ്രഹം ഇനി എന്താ കിട്ടാനുള്ളത്? ഓരോ വ്യക്തിക്കും വന്ന് എന്നിട്ട് പറയാം, ഇതെൻ്റെ ഗുരുമന്ദിരം, ഇതെൻ്റെ ഗുരുമന്ദിരം എന്ന്. അപ്പോൾ അത് ഒരാൾ ചെയ്തു കൊടുക്കുമ്പോൾ അത് വലിയ ഒരു നന്മയ്ക്ക്, വലിയ ഒരു ഉപകാരത്തിലേക്ക്, വലിയ ഒരു ത്യാഗത്തിലേക്ക് തുടക്കമിടുകയാണ് ഇത്തരം പ്രവൃത്തികൾ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തണം. പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തണം. അപ്പോൾ പുണ്യമല്ലാത്തത് ചെയ്യാമോ എന്നൊരു ചോദ്യം വരികയാണ്. മോശം കാര്യങ്ങളൊക്കെ ചെയ്യാമോ? പാടില്ല. അതിനോട് എന്ത് വേണം? മുദിത ഉപേക്ഷ. മൈത്രി, കരുണ, മുദിത ഉപേക്ഷാണ്. ചീത്ത കാര്യങ്ങളെ ഉപേക്ഷിക്കുക, വിട്ടുകളയുക. വിട്ടുകളയണ എന്തിനാ? നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ കുഞ്ഞു കുഞ്ഞു കുഴപ്പങ്ങളും ന്യൂനതകളൊക്കെ ഉണ്ടാവും. അതിനെ കണ്ടില്ല എന്ന് നടിക്കുക, അതിനെ പെരുപ്പിക്കരുത് അല്ലേ? നമുക്കൊരു സ്വഭാവമുണ്ട്. ചിലപ്പോൾ കുഞ്ഞു കാര്യമായിരിക്കും, അത് മല പോലെ പെരുപ്പിക്കും. ചിലപ്പോൾ വലിയ കാര്യമായിരിക്കും, അത് കുഞ്ഞു പോലെ ആക്കി കളയും. ഇങ്ങനെ രണ്ടുമല്ല, അതിനെ കണ്ടില്ല എന്ന് വെക്കുന്നതാണ് ബുദ്ധി. അതാണ് ഉപേക്ഷ. ജീവിതത്തിൽ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരാന നടക്കും പോലെ ആരെ കണ്ടാലും കൂസലില്ലാത്ത ഒരു നടത്തം ഏത് കാര്യങ്ങളിൽ വേണം? അപുണ്യമായിരിക്കുന്ന കാര്യങ്ങളിൽ വേണം. അപുണ്യമായ പ്രവൃത്തിയിൽ ഏർപ്പെടരുതേ എന്ന് പറയണം. അതിനോട് ഉപേക്ഷ വേണം. അതിലൊരിക്കലും സന്തോഷിക്കരുത്. ഗുരുഗീതയിലൊക്കെ പറയും, ഗുരുവിനെക്കുറിച്ച് കുറ്റം പറയുന്നത് കേട്ടാൽ ഒന്നുകിൽ അവൻ്റെ നാക്ക് മുറിക്കണം, അതിനുള്ള ശേഷിയില്ലെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോകണം എന്നാ ഗുരുഗീത പറയുക. അത് കേൾക്കാൻ പോലും
കാത് കൊടുക്കരുത്. ഗുരുവിനെക്കുറിച്ച് ദോഷം പറയുന്നത് കേൾക്കാൻ പോലും കാത് കൊടുക്കരുത്. കാരണം എന്താണ്? നമ്മൾ വിചാരിക്കുക ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ അയാൾ മാത്രം തെറ്റ് ചെയ്തു എന്നാണ് നമ്മൾ വിചാരിക്കുക. അങ്ങനെയല്ല. ആ ദോഷം കേട്ട് നിൽക്കുന്ന നമ്മൾ അതിലേറെ പാതകികളാണ്. നമ്മൾ കേൾക്കാനുള്ളത് കൊണ്ടാണല്ലോ അവർ പറയുന്നത്. ഗുരു പറഞ്ഞ പോലെ തിന്നാൻ ആളുള്ളത് കൊണ്ടാണല്ലോ ഇവിടെ കൊല്ലാൻ ആളുണ്ടായത്. നമ്മൾ വിചാരിക്കും ആ കശാപ്പുകാരൻ്റെയൊക്കെ ജീവിതം എന്തായിരിക്കും? 2 കിലോ ഇറച്ചിയൊക്കെ മേടിച്ച് തൂക്കിയിട്ട് വരുമ്പോൾ നമ്മൾ അയാളെക്കുറിച്ച് ചിന്തിക്കും, ഇയാൾ ഇനി എന്ത് ഈ പാപം എവിടെ കൊണ്ട് തീർക്കും എന്ന് പറയും. നമ്മളുടെ കയ്യിലാണ് പൊതിയിരിക്കണത്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയില്ല. നമ്മൾ ചിന്തിക്കുന്ന കശാപ്പുകാരൻ്റെ ഒരു അവസ്ഥ, എത്ര പശുവിനെയാണ് കൊന്നത്, ഇയാൾക്ക് നരകം തന്നെയല്ലേ കിട്ടുള്ളൂ, അയാൾക്കാളും വലിയ നരകം ഇത് വാങ്ങിക്കൊണ്ടുപോയി കഴിക്കുന്ന ആൾക്കാണെന്ന് നമ്മൾ ചിന്തിക്കില്ല. ആ പാപത്തെ ആരാ നമ്മൾ വാങ്ങാനുള്ളത് കൊണ്ടാണ് അയാൾ അവിടെ വിൽക്കാനിരിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് കൊല്ലുന്നവനില്ല ശരണ്യത മറ്റെല്ലാവിധ നന്മയും ആർന്നിടിലും എന്ന് ഗുരു പറഞ്ഞത്. കൊല്ലരുത്. കൊല്ലാതെ തന്നെ ഭക്ഷിക്കാൻ കഴിയുന്ന ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കെ നീ എന്തിനാണ് നിൻ്റെ ഭോഗസുഖത്തിന് വേണ്ടി മാത്രം ഒരു കോഴിക്കുഞ്ഞിനെ കൊന്ന് തിന്നണത് എന്ന് ചോദിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള അപുണ്യമായിരിക്കുന്ന പ്രവൃത്തികളിൽ നിന്ന് ഒരു ഉപേക്ഷ, പുണ്യമായ പ്രവൃത്തികളിൽ ഒരു സന്തോഷം. മൈത്രി എന്ന് പറയുന്നത് സജ്ജനങ്ങളോട്, ദുഃഖിതരോട് കരുണ. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മനസ്സ് പ്രസാദം, ചിത്തത്തിന് എപ്പോഴും ഒരു സംതൃപ്തി ഉണ്ടാവും. ആ സംതൃപ്തിയുടെ പേരാണ് ധന്യത എന്ന് പറയുന്നത്. ധന്യത വേണ്ടേ നമുക്ക്? നമ്മൾ എന്നും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ. ഈ ധന്യത വെറുതെ കിട്ടില്ല. ധന്യതയുടെ പേരാണ് സന്തോഷം ഉണ്ടാവണം. സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷം എന്ന് പറഞ്ഞാൽ തുഷ്ടി. തുഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഇനി എനിക്ക് അധികമൊന്നും വേണ്ട, എനിക്ക് ഇത്രയൊക്കെ തന്നല്ലോ എൻ്റെ ജീവിതത്തിൽ. എൻ്റെ ജീവിതത്തിൽ അത്യാവശ്യമായിരിക്കുന്ന പല ഘടകങ്ങളെയും നീ തന്ന് അനുഗ്രഹിച്ചു. ഇതിൽ കവിഞ്ഞ് എനിക്കൊന്നും വേണ്ട ഭഗവാനെ. അപ്പോൾ മതി എന്ന് എപ്പോഴാണോ നമ്മൾ പറയുന്നത്, ആ വ്യക്തിയുടെ മനസ്സിനാണ് എന്തുണ്ടാകുന്നത്? തൃപ്തി ഉണ്ടാകുന്നത്, സംതൃപ്തി ഉണ്ടാകുന്നത്. അതിൻ്റെ പേരാണ് ധന്യത. അപ്പോൾ ധന്യാത്മാക്കളായി തീരേണ്ടതുണ്ട്. ധന്യത ഒരു മാനസിക അവസ്ഥയാണ്. നമ്മുടെ മനസ്സിൽ ഈ ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ഒരു തൃപ്തി, ആ തൃപ്തിയെ കൂടി നമ്മൾ കണക്കിലെടുക്കുമ്പോഴാണ് ധന്യത ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഗുരുവിനോട് പറയണം, തേജസ്വിനാവധീതമസ്തു. പഠിച്ചതെല്ലാം, ഞാൻ അറിഞ്ഞതെല്ലാം, ഈ കേട്ട് പോണുണ്ടല്ലോ, ഈ കേട്ടതെല്ലാം എൻ്റെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ പറ്റട്ടെ. മാ വിദ്വിഷാവഹൈ. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? പിണങ്ങാതിരിക്കട്ടെ, ദ്വേഷിക്കാതിരിക്കട്ടെ. എത്ര കാലമാണോ കാണുന്നത് അത്ര കാലം സന്തോഷത്തോടു കൂടി പരസ്പരം അറിവുകളും സ്നേഹവും കൈമാറിയിരിക്കാനുള്ള കഴിവ് പ്രദാനം ചെയ്യട്ടെ. ഇതാണ് ഒരു ഉപനിഷത്തിൻ്റെ ശാന്തി മന്ത്രമാണ്. ഇതാണ് നമ്മൾ ജീവിതത്തിൻ്റെ നമുക്ക് ശാന്തി കിട്ടാനുള്ള മന്ത്രമായിട്ട് നമ്മൾ കൊണ്ട് നടക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഈ അവസരത്തിൽ പറയാനായിട്ട് തോന്നിയത്. ഇനിയാണ് മുഖ്യമായ ചടങ്ങ് വരുന്നത്. ഒന്നിനും ഇടയിലുള്ള ഒരു ഇടവേളയാണ്. ശബരിമലക്കാരുടെ ഇടത്താവളം പോലെ നമ്മൾ ഒരു കൂട്ടം കഴിഞ്ഞു, അടുത്ത കൂട്ടത്തിനും ഇടയ്ക്കുള്ള ഒരു സ്റ്റോപ്പായിരുന്നു. എന്തായാലും എല്ലാവർക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഓരോ നിമിഷങ്ങൾ, ഇനി വരാനിരിക്കുന്ന നിമിഷങ്ങളും നിങ്ങൾക്ക് ധന്യതയുടെ നിമിഷങ്ങൾ തന്നെയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഗുരുസമക്ഷത്തിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.